സജന ഫിറോസ് ബിഗ് ബോസിലൂടെ എല്ലാവർക്കും പരിചിതമായ കപ്പിൾസ്. അതിനേക്കാൾ എല്ലാവർക്കും അവരോടൊരു റെസ്പെക്റ്റും ബഹുമാനം ഉണ്ടായ ഒരു കാര്യമാണ് ഡിവോഴ്സ് ആയിട്ടും പരസ്പരം കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ പരസ്പരം പഴി ചാരാതെ പിരിഞ്ഞു പോയൊരു കപ്പിൾസ് എന്ന നിലയിൽ. പക്ഷേ അതൊക്കെ കഴിഞ്ഞൊരു 2 മാസം കൊണ്ട് തീർന്നു. പരസ്പരം വെല്ലുവിളിക്കാനും പരസ്പരം കുറ്റപ്പെടുത്താനും രണ്ടുപേരും കൂടെ തുടങ്ങി. അപ്പോഴേ പലരും പല കാര്യങ്ങളിലും പറഞ്ഞായിരുന്നു ഇത് ഇവിടെ വെച്ച് നിർത്തിക്കൂ. കാരണം ഒരാള് തുടങ്ങി, അതിന്റെ പിറകെ അടുത്താള് തുടങ്ങി, അത് പല രഹസ്യങ്ങളും പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ചെന്നെത്തുന്നുള്ളത്. കാരണം ഒരുമിച്ച് ജീവിച്ച 2 കപ്പിൾസ് ആണല്ലോ. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്, സജന ഒരു പോസ്റ്റ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു വിഷയം സംസാരിച്ചപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്. ധൈര്യം ഇല്ലെങ്കിൽ പോസ്റ്റ്, അതായത് അതിപ്പോ എന്തിനെ കുറിച്ചാണെങ്കിലും കൊണ്ടുപോയി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങള് ഒരു പോസ്റ്റ് വന്നിടും, അത് കഴിയുമ്പം പിറ്റേ ദിവസം ഡിലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കുറെ ദിവസം കഴിയുമ്പോൾ അടുത്ത പോസ്റ്റ് ഇടും, അത് ഡിലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്താ അത്രയ്ക്ക് പേടിയാണോ? നിങ്ങൾ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 9 weeks പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട്. അതിന്റെ കൂടെ റസൂൽ പൂക്കിറ്റിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തു. പിന്നെ എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ട് അതുകൊണ്ട് ഇടുന്നേ? ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ പിന്നെ ഇടാതിരുന്നാ പോരെ. ഇതൊരുമാതിരി അങ്ങേരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണെന്ന് തോന്നുന്നു കൊണ്ടുപോയി ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പോസ്റ്റ് ചെയ്യുന്നത്. ആരെ? ഈ റസൂൽ പൂക്കുറ്റിനെ. വെറുതെ അല്ല ആൾക്കാർ പറയുന്നത് ഹണി ട്രാപ്പ് ആണ് നിങ്ങൾ ഇവിടെ നടത്തുന്നതെന്നുള്ളത്. കാരണം നിങ്ങൾ ആ പോസ്റ്റ് ഇട്ടിട്ട് എല്ലാരും അറിയിക്കാൻ നോക്കിയ ഒരു കാര്യം, ഞാൻ 9 മാസം പ്രഗ്നന്റ് ആണ്, അതിന്റെ കാരണം റസൂൽ പൂക്കുറ്റിയാണ്, ഇതല്ലേ നിങ്ങൾ അറിയിക്കാൻ നോക്കിയത്? ആൾക്കാർ മൊത്തം കണ്ടു, റിയാക്ഷൻസ് വന്നു, പോസ്റ്റ് വന്നു, എല്ലാം ഇറങ്ങിയപ്പോ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തു. നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ അവിടെ നടത്തി. നിങ്ങൾ അങ്ങേരുമായിട്ട് എന്തേലൊക്കെ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തേലൊക്കെ വഴക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ആയുധമാണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത്. നിങ്ങൾ അതെടുത്തോണ്ട് പോയി പോസ്റ്റ് ഇടും, അല്ലേ? അതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് ഭയങ്കര അഭിമാനമായിട്ടുള്ള കാര്യമാണെന്നൊന്നും വിചാരിക്കരുത്. ഒരിക്കലും അല്ല. സ്വയം നാറുന്നൊരു പരിപാടിയാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാള് മുമ്പ് നിങ്ങൾ ഫിറോസ് ഖാന് കുറെ കുറ്റങ്ങളും പറഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന എന്തുവാ ഇവിടെ? നിങ്ങൾ ചെയ്യുന്ന എന്തുവാ, അങ്ങേര് ചെയ്യുന്ന എന്തുവാ ഇവിടെ വ്യത്യാസം? അങ്ങേരെ വെച്ചുകൊണ്ട് 4 വർഷത്തെ അഫയർ, അതും റസൂൽ പൂക്കുറ്റിയായിട്ട്. നിങ്ങൾ എങ്ങാണ്ട് പിരിഞ്ഞിട്ട് 2-3 വർഷമായിട്ടുള്ളൂ ഫിറോസുമായിട്ട്. അതിന്റെ ഇടയിൽ 4 വർഷത്തെ അഫയർ റസൂൽ പൂക്കുറ്റിയായിട്ടുണ്ട് എന്ന് പറയുമ്പോ ഈ ഫിറോസ് ഖാനെ വെച്ചോണ്ട് തന്നെയല്ലേ നിങ്ങൾ അങ്ങേരുമായിട്ട് റിലേഷനിൽ പോയത്? നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെ എങ്ങനെ ശാസിക്കാം, അല്ലെങ്കിൽ അവരെ ഇതുവരെ ശാസിക്കാം, എന്താണ് അവരോട് പറയേണ്ടത്, ഓരോ ലെവലിൽ കഴിഞ്ഞു പോകും. അപ്പോൾ വീട്ടിലൊരു മുതിർന്ന ആളില്ലാത്തതിന്റെ കുഴപ്പം നമുക്ക് പലപ്പോഴും എനിക്ക് അനുഭവപ്പെടും. നമുക്കിപ്പോ ആ കുട്ടികൾക്ക് അവരുടെ മുഖജനോ ഉണ്ടെങ്കിൽ അവര് നമ്മളോട് ഷെയർ ചെയ്ത കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും അവര് നമ്മളെക്കാൾ പ്രായമുള്ളത് കൊണ്ടും അനുഭവം സമ്പത്തുള്ളത് കൊണ്ടും അവര് പ്രത്യേകമായി ഗൈഡ് ചെയ്യും. തീർച്ചയായിട്ടും അതില്ലാത്തതൊരു വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല സമയങ്ങളിലും എസ്പെഷ്യലി കോവിഡ് ഒക്കെ ഉണ്ടായിട്ട് മോൻ 10ാം ക്ലാസ് പഠിക്കുന്നു, വീട്ടിലിരിക്കുകയാണ്, ഡിവൈസ് ഇരിക്കുകയാണ്, 2 വർഷത്തോളം അവൻ ടീച്ചറിന്റെ കോവിഡ് എക്സാം എഴുതിയിട്ടില്ല 10ൽ. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളത്. കല്യാണം കഴിച്ച് 2 പിള്ളേരുള്ള കുടുംബത്തെ ഇത്രയും സ്നേഹിക്കുന്ന റസൂൽ പൂക്കുറ്റി എങ്ങനെയാണ് വേറൊരു ലേഡിയുമായിട്ട് ഇങ്ങനൊരു ബന്ധത്തില് ചെന്നുപെട്ടത്? നിങ്ങളുടെ ഈ സംസാരം കേൾക്കുമ്പോ കുടുംബത്തോട് ഭയങ്കരമായിട്ട് സ്നേഹമുള്ള പോലെ തോന്നുന്നു. അങ്ങനെയുള്ള നിങ്ങളാണ് ഇമാതിരി ദണ്ഡിത്തരം കാണിച്ചിരിക്കുന്നത്. നിങ്ങളൊരു കോഴിയാണെന്ന് നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. സജന കുറച്ച് നാള് മുമ്പ് ഒരു ലൈവ് വന്നിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് കേൾക്കണം. ഫിറോസ്ക്കാടെയും ജീവിതം തകർക്കാൻ കാരണം ഇന്ന ആളാണെന്ന് പറഞ്ഞോണ്ട് എന്ത് മോശമാണ് ഇതൊക്കെ. ഇതിപ്പോ ഞങ്ങളല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ടത്? ഭാര്യയും കുടുംബമായിട്ട് നിൽക്കുന്ന ഒരാളുടെ
എടുത്തു പോയിട്ട് ഇമാതിരി പണിയും എടുത്തിട്ട് പ്രഗ്നന്റ് ആയിട്ട് അയാളുടെ ഫോട്ടോസും മറ്റേ 9 വീക്സ് പ്രഗ്നന്റ് എന്നും പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇട്ടേക്കുന്നു. ഈ ചോദ്യം ഇപ്പൊ നമ്മൾ അങ്ങോട്ടാണ് ചോദിക്കേണ്ടത്. എന്ത് മോശമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഉണ്ടാക്കിയിട്ട് ഇന്ന് ഞങ്ങൾ പിരിയാൻ കാരണം ഇന്ന ആള് കാരണമാണ്, ഇന്ന ആളുടെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പറഞ്ഞോളൂ, നിങ്ങൾ വേണമെങ്കിൽ ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ് മറ്റേതാണ് ഹാപ്പി കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഗോസിപ്പ് പറഞ്ഞു, പക്ഷെ ഞങ്ങളത് പിരിയാനുള്ള കാരണം പൂക്കുറ്റിയാണെന്ന് പറയരുത്. പക്ഷെ ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോവാണെന്ന് നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. എന്ത് തേങ്ങാക്കൊലയാണ് നിങ്ങൾ പറയുന്നത്? ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ് മറ്റേതാണ് ഹാപ്പി കേൾക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. അതൊന്നും എനിക്ക് ഇഷ്യൂസ് ഇല്ല. ഇപ്പൊ ഞാനും അയാളുമായിട്ട് സ്നേഹത്തിലാണെന്നോ അല്ലെങ്കിൽ ഞാനും അയാളെ കല്യാണം കഴിക്കാൻ പോകുന്നോ ഞാനും അങ്ങനെ പലതും അതെന്തോ ആയിക്കോട്ടെ, അതെനിക്ക് അതായത് ഞാൻ അയാളെ കല്യാണം കഴിക്കാൻ പോണെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞോ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഫിറോസും തമ്മിൽ പിരിയാനുള്ള കാരണം റസൂൽ പൂക്കുറ്റിയാണെന്ന് പറയരുത്, അതിലെനിക്ക് പ്രശ്നമുണ്ട്. ഇതിപ്പം ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം, അതായത് ഈ വീഡിയോ വന്നത് ഒരു 1.5 മാസം മുമ്പ്. ആ സമയത്ത് സജന പ്രഗ്നന്റ് ആണ്. അപ്പൊ വന്ന് പറഞ്ഞത് എന്തുവാ, ഞങ്ങൾ തമ്മിൽ അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ ഇത് വെച്ചിട്ടാണോ അല്ല അങ്ങനെ പറഞ്ഞേ? ആയിരിക്കില്ലേ. ഇപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 വീക്കെന്ന് പറയുമ്പോ 2.5 മാസം. പിന്നെ എന്റെ കണക്കൂട്ടലിൽ വല്ല തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണേ. 2.5 മാസം. അപ്പം ആ സമയത്ത് 1.5 മാസം അല്ലേ? നന്നായി. എന്തേലൊക്കെ ആവട്ടെ. എന്തായാലും ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു, ഇപ്പൊ മനസ്സിലായി. ഇനി ബാക്കി കേൾക്കാം. ഇമാതിരി പണി ഒപ്പിച്ചിട്ടാണ് ഫിറോസിനെ വന്നിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നേ. അതും കണക്കാ, ഇതും കണക്കാ. ആ സമയത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്ത നമ്മൾ ആരായി? മണ്ടൻ. കൊള്ളാം. പിന്നെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ധൈര്യം ഇല്ലാതെ പണിക്ക് നിൽക്കരുത്. ഒരു സാധനം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസ്റ്റ് ചെയ്തെടുത്ത് വെക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം. അല്ലാണ്ട് ഇത് പോസ്റ്റ് ചെയ്യും, 1/2 മണിക്കൂർ കഴിയുമ്പോ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോ ഡിലീറ്റ് ചെയ്യും. വെറുതെ അല്ല. നിങ്ങള് അയാളുമായിട്ട് എന്തേലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോ കൊണ്ടുപോയിട്ട് ഇരുന്ന് പോസ്റ്റ് ചെയ്യുക, ആ പ്രശ്നം തീരുമ്പോ ഡിലീറ്റ് ചെയ്യുക. ഇതല്ലേ നടക്കുന്നേ? കഷ്ടം. ശരി എന്നാ, ഒന്നിനെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നിന്റെ പിറകെ ഒന്ന്. ഇനിയിപ്പം വേറെ വല്ലതൊക്കെ വരുമായിരിക്കും. ശരി, ടാറ്റ.